Good morning, children. Today we are going to learn about a young, brave girl in the world. ലോകത്തിൽ തന്നെ ഏറ്റവും ധീരയായ ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. Her speech is very inspirational. എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന പ്രസംഗമാണ്, വാക്കുകളാണ് അവളുടേത്. Do you know who is the girl? Yes, this is the girl, Malala Yousafzai. So we are going to learn about the speech of Malala Yousafzai. മലാല യൂസഫ്സായിയെ കുറിച്ചും അവരുടെ പ്രസംഗത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ബട്ട് ബിഫോർ ദാറ്റ്, കഴിഞ്ഞ ക്ലാസ് എല്ലാ കുട്ടികളും കണ്ടിട്ടുണ്ടാവും, ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും കുട്ടികൾ കഴിഞ്ഞ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ക്ലാസ് കാണാവുന്നതാണ്. സോ ദിസ് ഈസ് ദ സ്പീച്ച് ഓഫ് മലാല യൂസഫ്സായി. മലാല യൂസഫ്സായിയുടെ ഒരു സ്പീച്ചാണ് നമ്മൾക്ക് പഠിക്കുവാനുള്ളത്. ബട്ട് ബിഫോർ ദാറ്റ്, മലാല യൂസഫ്സായിയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മലാല യൂസഫ്സായി പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിൽ 1997 ജൂലൈ 12 മലാല ജനിച്ചത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവൾ വളർന്നത്. എന്നാൽ മകളുടെ ഡോക്ടർ എന്ന സ്വപ്നം പൂർത്തിയാക്കാൻ പിതാവ് അവളെ സ്കൂളിൽ ചേർത്തു. താലിബാൻ തീവ്രവാദികളുടെ കടന്നുകയറ്റം സ്വാദിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തകരാൻ കാരണമായി. തന്റെ വിദ്യാഭ്യാസത്തെ എതിർക്കാൻ താലിബാന് എന്തവകാശം എന്ന് മലാല ചോദിച്ചു. 2009 മുതൽ തന്റെ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തകർക്കുന്ന താലിബാൻ തീവ്രവാദ സംഘടനയ്ക്കെതിരെ മലാല വ്ലോഗ് എഴുതാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് തന്റെ വ്ലോഗിലൂടെ പാകിസ്ഥാനിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ മലാല ശക്തമായി പ്രതികരിച്ചു. അങ്ങനെ തീവ്രവാദികൾക്ക് ഭീഷണിയായ മലാലയെ വധിക്കുവാൻ താലിബാൻ തീരുമാനിച്ചു. 2012 ഒക്ടോബർ 9 ഒരു സ്കൂൾ ബസ്സിലെ കുട്ടികളുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് താലിബാൻ തീവ്രവാദികൾ ചോദിച്ചു, ആരാണ് മലാല? തീവ്രവാദികളുടെ തോക്കിനു മുന്നിൽ ധീരതയോടെ ആ പെൺകുട്ടി പറഞ്ഞു, ഞാനാണ് മലാല യൂസഫ്സായി. ഒരു ദയയുമില്ലാതെ താലിബാൻ തീവ്രവാദികൾ മലാലയ്ക്ക് നേരെ വെടിയുതിർത്തു. തലയിലും കഴുത്തിനും മാരകമായി വെടിയുണ്ടകൾ തറച്ച് മുറിവേറ്റു. മരണത്തോട് മല്ലടിച്ച് മാസങ്ങളോളം ആശുപത്രിയിൽ കിടന്നു. കുട്ടികൾ ഉൾപ്പെടെ ലോകം മുഴുവൻ മലാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ മരണത്തെ തോൽപ്പിച്ച് ആ ബാലിക ഉയർത്തെഴുന്നേറ്റു. ആക്രമണം നടന്ന് 9ാം ദിവസം ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുവാനുള്ള ക്ഷണം അവളെ തേടിയെത്തി. 2014 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായി മലാല യൂസഫ്സായി. മലാലയുടെ ജന്മദിനമായ ജൂലൈ 12 മലാല ദിനമായി ലോകം ആചരിക്കുന്നു. സോ ദിസ് ഈസ് എ സ്മോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് മലാല യൂസഫ്സായി. സോ ഇനി നമുക്ക് മലാലയുടെ സ്പീച്ചിലേക്ക് പോകാം. ആ പ്രസംഗത്തിലെ, സ്പീച്ച് മീൻസ് പ്രസംഗം, ആ പ്രസംഗത്തിലേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ മോട്ടിവേഷണൽ വേർഡ്സ് ആണ് മലാല ലോകത്തോട് ആ സ്പീച്ചിലൂടെ പറയുന്നത് നമുക്ക് നോക്കാം. യു ആർ ദ പാർട്ട് ഓഫ് ഡിഫറെന്റ് ഫാമിലീസ്, സൊസൈറ്റീസ്, കമ്മ്യൂണിറ്റീസ് എക്സെട്ര. നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളായ കുടുംബങ്ങളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അല്ലെ? ഫാമിലീസ് മീൻസ് കുടുംബം, സൊസൈറ്റീസ് സമൂഹം, കമ്മ്യൂണിറ്റീസ് മീൻസ് സമുദായം. സംടൈംസ് യു ഹാവ് ടു ഫേസ് മെനി സ്ട്രഗിൾസ് ആൻഡ് ഒബ്സ്റ്റക്കിൾസ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ തടസ്സങ്ങളും, ഒബ്സ്റ്റക്കിൾസ് മീൻസ് തടസ്സങ്ങൾ എന്നാണ്, സ്ട്രഗിൾസ് മീൻസ് ബുദ്ധിമുട്ടുകൾ. ചില സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹൂ വിൽ ഹെൽപ്പ് യു ഇൻ സച്ച് സിറ്റുവേഷൻ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ ആര് സഹായിക്കും? ഇൻ സിൻഡ്രലാസ് ലൈഫ് എ ഫെയറി ഹെൽപ്ഡ് ഹർ ടു ചേഞ്ച് ഹർ ഫോർച്യൂൺ. സിൻഡ്രലയുടെ ജീവിതത്തിൽ ഒരു മാലാഖ സിൻഡ്രലയുടെ വിധി മാറ്റിമറിച്ചു. ഫോർച്യൂൺ മീൻസ് ഭാവി, വിധി എന്നൊക്കെ പറയാം. ബട്ട് ഇൻ റിയൽ ലൈഫ് ക്യാൻ വി എക്സ്പെക്ട് സച്ച് ഫെയറീസ് ടു ഹെൽപ്പ് അസ്? പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയുള്ള ഫെയറീസ്, മാലാഖമാർ നമ്മളെ വന്ന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ വന്ന് സഹായിക്കുമോ? നോ, നെവർ, ഒരിക്കലുമില്ല. There are some people in our society who raised their voice for their rights and also bringing about positive changes in the society. പക്ഷെ സമൂഹത്തിൽ കുറച്ചു പേരുണ്ട്, അതായത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമൂഹത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ, പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവർ, ശബ്ദമുയർത്തുന്നവർ. അങ്ങനെ കുറച്ചു പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. Isn't it? മലാല യൂസഫ്സായി ഈസ് വൺ എമംഗ് ദം. അതിലൊരാൾ മാത്രമാണ് മലാല യൂസഫ്സായി. ഷീ ഈസ് ദ ഗേൾ ഹു സ്റ്റുഡ് അപ്പ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് സഫേർഡ് ഫോർ ദാറ്റ്. വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി ഉറച്ചു നിന്ന, അതിനുവേണ്ടി പോരാടിയ ഒരു പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി. ലെറ്റ്സ് റീഡ് ദ സ്പീച്ച് ഓഫ് മലാല വിച്ച് ഷീ ഡെലിവേർഡ് അറ്റ് UN ജനറൽ അസംബ്ലി. UN ജനറൽ അസംബ്ലിയിൽ മലാല നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ സ്പീച്ച് ഓഫ് മലാല യൂസഫ്സായി. വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ പെൻ ആൻഡ് വൺ ബുക്ക്
ക്യാൻ ചേഞ്ച് ദ വേൾഡ്. ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പെൻ അല്ലെങ്കിൽ ഒരു ബുക്ക്, അല്ലെ, ഇവർക്കെല്ലാം ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. റെസ്പെക്റ്റഡ് എൽഡേഴ്സ് ആൻഡ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ബഹുമാന്യരായ ഗുരുജനങ്ങളെ, എൽഡേഴ്സ് മീൻസ് ഗുരുജനങ്ങളെ, ബഹുമാന്യരായ ഗുരുജനങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ. ടുഡേ ഇറ്റ് ഈസ് ആൻ ഓണർ ഫോർ മീ ടു ബി സ്പീക്കിംഗ് അഗെയിൻ ആഫ്റ്റർ എ ലോങ് ടൈം. കുറച്ചു നാളുകൾക്ക് ശേഷം എനിക്കിവിടെ സംസാരിക്കാൻ പറ്റുന്നത് എനിക്ക് കിട്ടിയ ബഹുമതിയായി, അംഗീകാരമായി ഞാൻ കാണുന്നു. ബീങ് ഹിയർ വിത്ത് സച്ച് ഓണറബിൾ പീപ്പിൾ ഈസ് എ ഗ്രേറ്റ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ നിമിഷമാണിത്. കാരണം ഒരുപാട് ആദരണീയരായ ഗുരുക്കന്മാരുടെ മുന്നിൽ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്റെ ജീവിതത്തിലെ ഗ്രേറ്റ് മൊമെന്റ് ആണ്, മഹത്തായ നിമിഷമായി ഞാൻ കാണുന്നു. ഐ ഡോണ്ട് നോ വെയർ ടു ബിഗിൻ മൈ സ്പീച്ച്. എവിടെ നിന്ന് തുടങ്ങണം എന്റെ പ്രസംഗം, അല്ലെങ്കിൽ എന്റെ വാക്കുകൾ എവിടെ നിന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് പീപ്പിൾ വുഡ് ബി എക്സ്പെക്ടിങ് മീ ടു സേ. ജനങ്ങൾ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഗോഡ് ഫോർ ഹൂം വി ഓൾ ആർ ഈക്വൽ. പക്ഷേ ആദ്യം തന്നെ ദൈവത്തിന് നന്ദി. നമ്മളെ എല്ലാവരെയും തുല്യരാക്കിയ, ഒരുമിച്ചാക്കിയ ദൈവത്തിന് നന്ദി. ആൻഡ് താങ്ക് യു ടു എവരി പേഴ്സൺ ഹു ഹാസ് പ്രേഡ് ഫോർ മൈ ഫാസ്റ്റ് റിക്കവറി ആൻഡ് എ ന്യൂ ലൈഫ്. എനിക്കൊരു പുതിയ ജീവിതം നൽകിയ, എന്റെ വേഗത്തിലുള്ള സുഖപ്പെടലിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു. ഐ കനോട്ട് ബിലീവ് ഹൗ മച്ച് ലവ് പീപ്പിൾ ഹാവ് ഷോൺ മീ. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തുമാത്രം സ്നേഹമാണ് ആളുകൾ, ജനങ്ങൾ എനിക്ക് നൽകുന്നത് അല്ലെങ്കിൽ എന്നോട് കാണിക്കുന്നത്. ഐ ഹാവ് റിസീവ്ഡ് തൗസൻഡ്സ് ഓഫ് ഗുഡ് വിഷ് കാർഡ്സ് ആൻഡ് ഗിഫ്റ്റ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും എനിക്ക് ആയിരക്കണക്കിന് വിഷ് കാർഡ്സും അതുപോലെ തന്നെ ഗിഫ്റ്റ്, സമ്മാനങ്ങളും ആശംസാ കാർഡുകളും ഒക്കെ ഒരുപാട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എനിക്ക് കിട്ടി. താങ്ക് യു ടു ഓൾ ഓഫ് ദം. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ടു ദ ചിൽഡ്രൻ ഹൂസ് ഇന്നസെന്റ് വേർഡ്സ് എൻകറേജ്ഡ് മീ. എനിക്ക് പ്രോത്സാഹനം നൽകിയ, എന്നെ എൻകറേജ് ചെയ്ത കുട്ടികളുടെ നിഷ്കളങ്കമായ വാക്കുകൾക്ക് നന്ദി. താങ്ക് യു ടു മൈ എൽഡേഴ്സ് ഹൂസ് പ്രേയേഴ്സ് സ്ട്രെങ്തൻഡ് മീ. എനിക്ക് ശക്തി പകർന്ന, എനിക്ക് വേണ്ടി കരുത്ത് പകർന്ന ഗുരുജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഡു റിമെമ്പർ വൺ തിങ്. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. മലാല ഡേ ഈസ് നോട്ട് മൈ ഡേ. മലാല ഡേ എന്ന് പറഞ്ഞാൽ എന്റെ ദിവസമല്ല. ടുഡേ ഈസ് ദ ഡേ ഓഫ് എവരി വുമൻ. എല്ലാ സ്ത്രീകളുടെയും ദിനമാണ് മലാല ഡേ. എവരി ബോയ് ആൻഡ് എവരി ഗേൾ. എല്ലാ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദിനം. ഹു ഹാവ് റേസ്ഡ് ദെയർ വോയിസ് ഫോർ ദെയർ റൈറ്റ്സ്. അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന എല്ലാ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ദിനമാണ് മലാല ഡേ. ഇറ്റ് ഈസ് നോട്ട് മൈ ഡേ. അതെന്റെ ദിവസം അല്ല. There are hundreds of human rights activists. 100കണക്കിന് മനുഷ്യാവകാശ പ്രവർത്തകർ നമുക്കുണ്ട്. ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്. സാമൂഹിക പ്രവർത്തകരുണ്ട്. ഹു ആർ നോട്ട് ഓൺലി സ്പീക്കിംഗ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അവർ സംസാരിക്കുന്നത്, അവരുടെ വാക്കുകൾ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ബട്ട് ഹു ആർ സ്ട്രഗ്ലിംഗ് ടു അച്ചീവ് ദെയർ ഗോൾസ് ഓഫ് എഡ്യൂക്കേഷൻ, പീസ് ആൻഡ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി മീൻസ് സമത്വം എന്നാണ്. പീസ് മീൻസ് സമാധാനം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. സോ സമത്വം, സമാധാനം, വിദ്യാഭ്യാസം തുടങ്ങിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ, അച്ചീവ് എന്ന് വെച്ചാൽ നേടിയെടുക്കുവാൻ വേണ്ടി സമരം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ശബ്ദമുയർത്തുകയാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ്, സാമൂഹ്യ പ്രവർത്തകരും ചെയ്യുന്നത്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ബീൻ കിൽഡ് ബൈ ദ ടെററിസ്റ്റ് ആൻഡ് മില്യൺസ് ഹാവ് ബീൻ ഇൻജേർഡ്. ആയിരക്കണക്കിന് ആളുകളെ തീവ്രവാദികൾ കൊന്നു. ആൻഡ് മില്യൺസ് ഹാവ് ബീൻ ഇൻജേർഡ്. ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മുറിവേൽക്കുന്നു. ഐ ആം ജസ്റ്റ് വൺ ഓഫ് ദം. ഞാൻ അവരിൽ ഒരാൾ മാത്രമാണ്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ്. നമ്മൾ പ്രകാശത്തിന്റെ, വെളിച്ചത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. എപ്പോഴാണ്? വെൻ വി സീ ഡാർക്ക്നെസ്. ഇരുട്ടാകുമ്പോൾ, ഇരുട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ ഇരുട്ടാകുമ്പോഴാണ്, ശരിയല്ലേ, നമ്മൾ പ്രകാശത്തിന്റെ, വെളിച്ചത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. വി റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അവർ വോയിസ്. നമ്മളുടെ ശബ്ദത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും. വെൻ വി ആർ സൈലൻസ്ഡ്. നമ്മൾ നിശബ്ദരാകുമ്പോൾ, അല്ലെ, നിശബ്ദത ആകുമ്പോൾ ആണ് നമ്മുടെ വോയിസിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിന്റെ, നമ്മുടെ വാക്കുകളുടെ പ്രാധാന്യം നമ്മൾ
മനസ്സിലാക്കുന്നത്. ഇൻ ദ സെയിം വേ വെൻ വി വെയർ ഇൻ സ്വാത്, അതേപോലെ ഞങ്ങൾ സ്വാത്തിലായിരുന്നപ്പോൾ, സ്വാത്തിലാണ് ദ നോർത്ത് പാകിസ്ഥാൻ, നോർത്ത് പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിലാണ് ആര് ജനിച്ചത്? മലാല യൂസഫ്സായി ജനിച്ചത്. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ സ്വാത്തിലായിരുന്നപ്പോൾ, അവിടെയായിരുന്നപ്പോൾ, വി റിയലൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പെൻ ആൻഡ് ബുക്സ്, പേനയുടെയും ബുക്കിന്റെയും പ്രാധാന്യം, വില ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ തിരിച്ചറിഞ്ഞു. എപ്പോഴാണ്? വെൻ വി സോ ദ ഗൺസ്, തോക്കുകൾ കണ്ടപ്പോൾ, ആക്രമണങ്ങൾ കണ്ടപ്പോൾ, തീവ്രവാദികളുടെ വെടിവയ്പ്പുകൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പെന്നിന്റെയും ബുക്കിന്റെയും വില. ഇവിടെ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? എഴുത്തിന്റെ വില, വാക്കുകളുടെ വില, ശബ്ദത്തിന്റെ വില ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതാണ് പെൻസ് ആൻഡ് ബുക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ദ വൈസ് സെയിങ്, ബുദ്ധിയുള്ളവർ പറയുന്നു, ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വേഡ് വാസ് ട്രൂ, വാളിനെക്കാട്ടിൽ മൂർച്ചയുള്ള ആയുധം ആണ് ഒരു പേന എന്ന് ബുദ്ധിയുള്ളവർ പറയുന്നു. ദാറ്റ് വാസ് ട്രൂ, അത് സത്യമാണ്. ദ എക്സ്ട്രീമിറ്റ്സ് ആർ അഫ്രൈഡ് ഓഫ് ബുക്സ് ആൻഡ് പെൻസ്. ഇവിടെ എക്സ്ട്രീമിറ്റ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തീവ്രവാദികളെ തന്നെയാണ്. ദ എക്സ്ട്രീമിറ്റ്സ് ആർ അഫ്രൈഡ് ഓഫ് ബുക്സ് ആൻഡ് പെൻസ്. എക്സ്ട്രീമിറ്റ്സ് തീവ്രവാദികൾ ബുക്കിനെയും പേനയെയും ഭയക്കുന്നു, അവർ എഴുത്തിനെ ഭയക്കുന്നു, അവർ സംസാരത്തെ ഭയക്കുന്നു. The extremists are afraid of books and pens. The power of education frightens them. വിദ്യാഭ്യാസത്തിന്റെ പവർ അല്ലെങ്കിൽ ശക്തി അവരെ ഭയപ്പെടുത്തുന്നു. ആരെ? തീവ്രവാദികളെ, ടെററിസ്റ്റിനെ അല്ലെങ്കിൽ എക്സ്ട്രീമിസ്റ്റിനെ. They are afraid of women. സ്ത്രീകളെ അവർ ഭയക്കുന്നു. The power of the voice of women frightens them. സ്ത്രീകളുടെ ശബ്ദം അവരെ ഭയപ്പെടുത്തുന്നു. ഓണറബിൾ സെക്രട്ടറി ജനറൽ, ആദരണീയനായ സെക്രട്ടറി ജനറലിനോടാണ് പറയുന്നത്. പീസ് ഈസ് നെസസറി ഫോർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷന്, വിദ്യാഭ്യാസത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് സമാധാനമാണ്. പീസ് മീൻസ് സമാധാനം. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ടെററിസം, വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ് സ്റ്റോപ്പ് ചിൽഡ്രൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തീവ്രവാദവും യുദ്ധങ്ങളും, കോൺഫ്ലിക്ട്സ് മീൻസ് ആക്രമണങ്ങൾ, സംഘടനകൾ, സ്റ്റോപ്പ് ചിൽഡ്രൻ കുട്ടികളെ തടയുന്നു. എന്തിൽ നിന്നാണ്? ഫ്രം ഗോയിങ് ടു സ്കൂൾസ്, സ്കൂളിൽ പോകുന്നതിൽ നിന്നും. അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ഈ ടെററിസവും അതുപോലെ തന്നെ യുദ്ധങ്ങളും കോൺഫ്ലിക്ട്സും ഒക്കെ കാരണം അവർക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ ജമ്മു കാശ്മീരിലൊക്കെ മിക്കപ്പോഴും യുദ്ധങ്ങളും വെടിവെച്ചുകളും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് സ്കൂൾ മുടങ്ങുന്ന ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനിലാണെങ്കിൽ പറയേണ്ട ആവശ്യമേ ഇല്ല. എപ്പോഴും അവിടെ വെടിവെച്ചുകളും എന്താ പറയുക, യുദ്ധങ്ങളും ഒക്കെയാണ്. ഇത് മാത്രമേ കാണാനുള്ളൂ അല്ലേ? അപ്പൊ അവിടെ ഉള്ള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം, യുദ്ധങ്ങൾ കാരണം, കോൺഫ്ലിക്ട്സ് കാരണം, ടെററിസം കാരണം. സോ അതാണ് മലാല യൂസഫ്സായി ഇവിടെ പറയുന്നത്. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ടെററിസം, വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ് സ്റ്റോപ്പ് ചിൽഡ്രൻ ഫ്രം ഗോയിങ് ടു സ്കൂൾസ്. Did you understand? We are really tired of these wars. ഈ യുദ്ധങ്ങൾ കാരണം ഞങ്ങൾ ക്ഷീണിതരാണ്. ടയർഡ് മീൻസ് ക്ഷീണിതരാവുക. വിമൻ ആൻഡ് ചിൽഡ്രൻ ആർ സഫറിംഗ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ മെനി വേസ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും ആർ സഫറിംഗ്, കഷ്ടതകൾ അനുഭവിക്കുന്നു. ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഇൻ മെനി വേസ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പല രീതിയിൽ ഈ സ്ത്രീകളും കുട്ടികളും കഷ്ടതകൾ അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. മെനി ഇന്നസെന്റ് ആൻഡ് പൂവർ ചിൽഡ്രൻ ആർ വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബർ. നിഷ്കളങ്കരായ പാവപ്പെട്ട ധാരാളം കുട്ടികൾ ബാലവേലയ്ക്ക് ഇരകളാകുന്നു. ചൈൽഡ് ലേബർ എന്ന് വെച്ചാൽ ബാലവേലയാണ് അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കുട്ടികളൊക്കെ ബാലവേല ചെയ്യിപ്പിക്കുന്നത് അത് ശിക്ഷാർഹമാണ് അല്ലെ? സോ എന്നാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും നിഷ്കളങ്കരായ പാവപ്പെട്ട കുട്ടികൾ ബാലവേലയ്ക്ക് വിക്ടിംസ് ആവുന്നു. വിക്ടിംസ് വെച്ചാൽ ഇരകൾ എന്നാണ്, ഇരകളാവുന്നു. യങ് ഗേൾസ് ഹാവ് ടു ഡു ഡൊമസ്റ്റിക് ചൈൽഡ് ലേബർ. ചെറിയ പെൺകുട്ടികൾക്ക് വീട്ടിൽ ബാലവേല ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ആർ ഫോഴ്സ്ഡ് ടു ഗെറ്റ് മാരീഡ് അറ്റ് ആൻ ഏർലി ഏജ്. മാത്രമല്ല അവരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹത്തിലേക്ക് തള്ളിവിടുന്നു അല്ലെ? ശൈശവ വിവാഹം. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ, ഏർലി ഏജ്, ചെറുപ്രായത്തിൽ തന്നെ അവരെ വിവാഹത്തിലേക്ക് തള്ളിവിടുന്നു. പോവർട്ടി, ഇഗ്നറൻസ്, ഇൻജസ്റ്റിസ്, റേസിസം ആൻഡ് deprivation of basic rights are the main problems faced by both men and women. ഇന്ന് സ്ത്രീകളും പുരുഷന്മാരും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് മലാല പറയുന്നത്. പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. ഇഗ്നറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞത. ഇൻജസ്റ്റിസ്, അനീതി. റേസിസം എന്ന് വെച്ചാൽ വംശീയത.
ആൻഡ് ഡെപ്രവേഷൻ. ഡെപ്രവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടപ്പെടുത്തുക, ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക, ദാരിദ്ര്യം എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട്. ദീസ് ആർ ദ മെയിൻ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഇവയൊക്കെയാണ് ഇന്ന് ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഡിയർ ഫെലോസ്, ഇവിടെ ഫെലോസ് എന്ന് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാർ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും കൂടിയാണ്, ചങ്ങാതിമാരെ അല്ല, അവിടെ ഇരിക്കുന്ന ആളുകളെയാണ് നമ്മൾ അവിടെ ഫെലോസ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഡിയർ ഫെലോസ്, ടുഡേ ഐ ആം ഫോക്കസിംഗ് ഓൺ വിമൻസ് റൈറ്റ്സ് ആൻഡ് ഗേൾസ് എഡ്യൂക്കേഷൻ. ഇന്ന് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിലുമാണ്. എന്താണ് കാരണം? ബിക്കോസ് ദേ ആർ സഫറിംഗ് ദ മോസ്റ്റ്. കാരണം അവരാണ് കൂടുതൽ ബുദ്ധിമുട്ട്, കഷ്ടതകൾ അനുഭവിക്കുന്നത്. സഫറിങ്സ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ. There was a time when women social activists asked men to stand up for their rights. വുമൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ വനിതാ സാമൂഹ്യ പ്രവർത്തകർ. വനിതാ സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ വനിതകൾ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശബ്ദമുയർത്താൻ പുരുഷന്മാരുടെ സഹായം ചോദിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. There was a time when women social activists asked men, പുരുഷന്മാരോട് ചോദിക്കുകയാണ് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സഹായിക്കുമോ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ സഹായം അഭ്യർത്ഥിക്കുന്ന വുമൻ ആക്ടിവിസ്റ്റ് അല്ലെ, അങ്ങനെ ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ബട്ട് ദിസ് ടൈം വി വിൽ ഡു ഇറ്റ് ബൈ അവർ സെൽഫ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ സമയത്ത് ഞങ്ങൾ അത് ചെയ്യും. വി വിൽ ഡു, ഞങ്ങൾ അത് ചെയ്യും. ഇറ്റ് ബൈ അവർ സെൽഫ്, ഞങ്ങൾ സ്വന്തമായി ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു. ഇന്ന് പുരുഷന്മാരുടെ സപ്പോർട്ട് വേണ്ട എന്നല്ല അതിനർത്ഥം. അതിവിടെ മലാല പറയുന്നുണ്ട്, ഐ ആം നോട്ട് ടെല്ലിംഗ് മെൻ ടു സ്റ്റെപ്പ് അവേ ഫ്രം സ്പീക്കിംഗ് ഫോർ വിമൻസ് റൈറ്റ്സ്. ഒരിക്കലും സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർ ശബ്ദം ഉയർത്തേണ്ട എന്നല്ല, അല്ലെങ്കിൽ പുരുഷന്മാർ മാറി നിൽക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്? രാദർ ഐ ആം ഫോക്കസിംഗ് ഓൺ വിമൻ ടു ബി ഇൻഡിപെൻഡന്റ് ടു ഫൈറ്റ് ഫോർ ദംസെൽഫ്. അതിലുമുപരി ഞാൻ പറയുന്നത് ഇതാണ്, സ്ത്രീകൾ ഇൻഡിപെൻഡന്റ് ആവണം, സ്വതന്ത്രരാവണം. ടു ഫൈറ്റ് ഫോർ ദംസെൽസ്, അവർക്ക് വേണ്ടി സ്വയം ഫൈറ്റ് ചെയ്യാൻ. ഒരു കാര്യം സ്വയം ചെയ്യേണ്ടി വന്നാൽ, പുരുഷന്മാരുടെ സഹായം ഇല്ലാതെ സ്വയം ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ വന്നാൽ അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയണം. അങ്ങനെ സ്വതന്ത്രരാവണം, ഇൻഡിപെൻഡന്റ് ആകണം, ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിക്കാതെ സ്വയം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ കഴിവുള്ള സ്ത്രീകളായിട്ട് മാറണം. അതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ പുരുഷന്മാരുടെ സപ്പോർട്ട് വേണ്ട, പുരുഷന്മാർ ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട എന്നല്ല മലാല ഇവിടെ പറയുന്നത്. ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നൗ ഇറ്റ്സ് ടൈം ടു സ്പീക്ക് അപ്പ്. ഇത് സംസാരിക്കുവാനുള്ള സമയമാണ്. വി കോൾ അപ്പോൺ ദ വേൾഡ് ലീഡേഴ്സ്, ലോക നേതാക്കന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്താണ്? ദാറ്റ് ഓൾ ദ പീസ് ഡീൽസ് മസ്റ്റ് പ്രൊട്ടക്ട് വിമൻ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്സ്. സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലോക നേതാക്കന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? പ്രൊട്ടക്ട് വിമൻ ആൻഡ് ചിൽഡ്രൻസ് റൈറ്റ്സ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലോക രാഷ്ട്രങ്ങളോട് അല്ലെങ്കിൽ ലോക നേതാക്കന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എ ഡീൽ ദാറ്റ് ഗോസ് എഗൈൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ ആൻഡ് ദെയർ റൈറ്റ്സ് ഈസ് അൺഅക്സെപ്റ്റബിൾ. ഒരു കാര്യം സ്വീകാര്യമല്ല. എന്താണ്? എ ഡീൽ ദാറ്റ് ഗോസ് എഗൈൻസ്റ്റ് ദ ഡിഗ്നിറ്റി ഓഫ് വുമൻ, സ്ത്രീകളുടെ അന്തസ്സിന് എതിരായിട്ടുള്ള ഒരു കരാറും, ആൻഡ് ദെയർ റൈറ്റ്സ്, സ്ത്രീകളുടെ അന്തസ്സിനും അവരുടെ അവകാശങ്ങൾക്കും എതിരായിട്ടുള്ള കരാറുകൾ ഈസ് അൺഅക്സെപ്റ്റബിൾ. അത് ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അൺഅക്സെപ്റ്റബിൾ മീൻസ് അസ്വീകാര്യമായത്, സ്വീകരിക്കാൻ പറ്റില്ല, അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ സ്ത്രീകളുടെ അന്തസ്സ്, ഡിഗ്നിറ്റി മീൻസ് അന്തസ്സാണ്. സ്ത്രീകളുടെ അന്തസ്സിനും അവരുടെ റൈറ്റ്സ്, അവകാശങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ഡീലും ഒരു കരാറും അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെന്റ്സ് ടു എൻഷുർ ഫ്രീ കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ എവറി ചൈൽഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള ഗവൺമെന്റ്സിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്താണ്? ടു എൻഷുർ, ഉറപ്പുവരുത്തണം. എന്ത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സൗജന്യവും നിർബന്ധിതവുമായ, കമ്പൽസറി മീൻസ് നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ആർക്ക്? ഫോർ എവറി ചൈൽഡ് ഓൾ ഓവർ ദ വേൾഡ്. ലോകമെമ്പാടുമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം എന്ന് എല്ലാ ഗവൺമെന്റ്സിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വി കോൾ അപ്പോൺ ഓൾ ഗവൺമെന്റ്സ് ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ടെററിസം ആൻഡ് വയലൻസ്. അതായത്
തീവ്രവാദത്തിനും അക്രമത്തിനും എതിരെ ഫൈറ്റ് ചെയ്യണം, അതിനെതിരെ പോരാടണം എന്ന് എല്ലാ ഗവൺമെന്റ്സിനോടും ആവശ്യപ്പെടുന്നു. അങ്ങനെ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ബ്രൂട്ടാലിറ്റി ആൻഡ് ഹാം, കുട്ടികൾക്കെതിരെയുള്ള ഉപദ്രവങ്ങൾക്കും ക്രൂരതകൾക്കും പീഡനങ്ങൾക്കും എതിരെ അതിൽ നിന്ന് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്ന് എല്ലാ ഗവൺമെന്റ്സിനോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വി കോൾ അപ്പോൺ ദ ഡെവലപ്ഡ് നേഷൻസ് ടു സപ്പോർട്ട് ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഗേൾസ് ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. എല്ലാ ഡെവലപ്ഡ് നേഷൻസിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്താണ് ഡെവലപ്ഡ് നേഷൻ എന്ന് പറഞ്ഞാൽ? വികസിത രാജ്യങ്ങൾ, അമേരിക്ക, ചൈന തുടങ്ങിയ വികസിത രാജ്യങ്ങൾ, അതേപോലുള്ള വികസിത രാജ്യങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. എന്താണ്? ടു സപ്പോർട്ട് ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗേൾസ്, അതായത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവസരങ്ങൾ വിപുലീകരിക്കണം, ഒരുപാട് വിദ്യാഭ്യാസ അവസരങ്ങൾ അവർക്ക് നൽകണം ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്, അല്ലെ? ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പെൺകുട്ടികൾക്ക് ഒരുപാട് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നിങ്ങൾ വിപുലീകരിക്കണം. എക്സ്പാൻഷൻ ചെയ്യുന്ന വെച്ചാൽ വിപുലീകരിക്കുക, അതിന് നിങ്ങൾ തയ്യാറാവണം എന്ന് ഡെവലപ്ഡ് നേഷൻസിനോട്, അതായത് വികസിത രാജ്യങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വി കോൾ അപ്പോൺ ദ ഡെവലപ്ഡ് നേഷൻസ് ടു സപ്പോർട്ട് ദ എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ ഗേൾസ് ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. വി കോൾ അപ്പോൺ ഓൾ കമ്മ്യൂണിറ്റീസ് ടു ബി ടോളറന്റ്, എല്ലാ സമുദായങ്ങളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു സഹിഷ്ണുത കാട്ടണം. ടോളറന്റ് മീൻസ് സഹിഷ്ണുത. ടു റിജക്ട് prejudices based on the caste, creed, religion or gender. എന്താണ് പറയുന്നത്? ടു റിജക്ട് മീൻസ് നിഷേധിക്കുക. prejudices എന്ന് പറഞ്ഞാൽ മുൻവിധികളെ തള്ളിക്കളയണം, നിഷേധിക്കണം. എന്തിന്റെ പേരിലുള്ള മുൻവിധികളാണ്? ബേസ്ഡ് ഓൺ കാസ്റ്റ് മീൻസ് ജാതി, creed മീൻസ് വിശ്വാസം, തത്വസംഹിത എന്നൊക്കെ പറയും. creed and religion means മതം, or gender means ലിംഗം. അപ്പം ലിംഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള, റിലീജിയനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ക്രീഡിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള മുൻവിധികളെ റിജക്റ്റ് ചെയ്യണം, തള്ളിക്കളയണം. prejudices എന്ന് വെച്ചാൽ മുൻവിധികൾ, അതിനെയെല്ലാം തള്ളിക്കളയണം. എന്നിട്ട് എന്ത് ഉറപ്പുവരുത്തണം? to ensure freedom and equality for women so that they can flourish. എന്നിട്ട് അവിടെ എന്ത് ഉറപ്പുവരുത്തണം? സ്വാതന്ത്ര്യം, സമത്വം. ഫ്രീഡം മീൻസ് സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി മീൻസ് സമത്വം. സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പുവരുത്തണം. ആർക്ക് വേണ്ടി? ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടി. സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്, എങ്കിൽ മാത്രമേ അവർക്ക് വളരാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ദേ ക്യാൻ ഫ്ലറിഷ്. Did you understand? We cannot all succeed when half of us are held back. നമ്മളിൽ പകുതി പേർ പുറകോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് വിജയം കൈക്കലാക്കാൻ കഴിയില്ല. We cannot all succeed when half of us are held back. നമ്മളിൽ പകുതി പേർ പുറകോട്ട് നിന്നാൽ നമുക്കൊരിക്കലും വിജയം സാധ്യമാകില്ല. We call upon our sisters around the world to be brave. ലോകമെമ്പാടുമുള്ള സഹോദരിമാരോട് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നു എന്താണ്? ടു ബി ബ്രേവ്, നിങ്ങൾ ധീരരായിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. ടു എംബ്രേസ് ദ സ്ട്രെങ്ത് വിതിൻ ദംസെൽസ് ആൻഡ് റിയലൈസ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. എംബ്രസ് മീൻസ് അംഗീകാരം എന്നുള്ളതാണ്. പൊട്ടൻഷ്യൽ മീൻസ് നമ്മളിലുള്ള അന്തർലീന ശക്തി, അല്ലെങ്കിൽ ഓരോരുത്തരിലും ഉണ്ടാവുമല്ലോ ഓരോ കഴിവുകൾ, അതാണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, അന്തർലീന ശക്തി എന്നൊക്കെ പറയാം. സോ നിങ്ങളിലുള്ള അന്തർലീന ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം, മാത്രമല്ല നിങ്ങൾ സ്വയം ശക്തരാവണം, അല്ലെ? നിങ്ങൾ സ്വയം ധൈര്യമുള്ളവരാകണം എന്ന് ലോകമെമ്പാടുമുള്ള സഹോദരിമാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, വി വാണ്ട് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷൻ. ഞങ്ങൾക്ക് സ്കൂളുകളും വിദ്യാഭ്യാസവും ആവശ്യമാണ്. ഫോർ എവരി ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ. കുട്ടികളുടെ ശോഭനമായ ഭാവിക്ക് വേണ്ടി ഞങ്ങൾക്ക് സ്കൂളുകളും വിദ്യാഭ്യാസവും ആവശ്യമാണ്. We will continue our journey. ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരും. ജേർണി മീൻസ് യാത്ര. എവിടേക്കാണ്? ടു അവർ ഡെസ്റ്റിനേഷൻ. ഡെസ്റ്റിനേഷൻ മീൻസ് ലക്ഷ്യം. എവിടേക്ക്? ഓഫ് പീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ എവരി വൺ. എല്ലാവർക്കും സമാധാനവും വിദ്യാഭ്യാസവും കിട്ടുന്നിടം വരെ ഞങ്ങളുടെ ആ ലക്ഷ്യത്തിലെത്തും വരെ ഞങ്ങളുടെ യാത്ര തുടരും. നോ വൺ ക്യാൻ സ്റ്റോപ്പ് അസ്. ആർക്കും ഞങ്ങളെ തടയാൻ കഴിയില്ല. വി വിൽ സ്പീക്ക് ഫോർ അവർ റൈറ്റ്സ്. ഞങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് വി വിൽ ബ്രിങ് ചേഞ്ച് ത്രൂ അവർ വോയിസ്. ഞങ്ങളുടെ ശബ്ദത്തിലൂടെ ഞങ്ങൾ ആ മാറ്റം കൊണ്ടുവരും. വി മസ്റ്റ് ബിലീവ് ഇൻ ദ പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്. നമ്മുടെ വാക്കുകളുടെ ശക്തിയിലും അതുപോലെ തന്നെ ബലത്തിലും നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കണം. വി മസ്റ്റ് ബിലീവ് ഇൻ ദ പവർ ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ വേർഡ്സ്. അവർ വേർഡ്സ് ക്യാൻ ചേഞ്ച് ദ വേൾഡ്. നമ്മുടെ വാക്കുകൾക്ക് ഈ ലോകത്തെ മാറ്റുവാൻ കഴിയും.
ബിക്കോസ് വി ആർ ഓൾ ടുഗദർ, കാരണം നമ്മൾ ഇന്ന് ഒരുമിച്ചാണ്. യുണൈറ്റഡ് ഫോർ ദ കോസ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് ഇവിടെ. And if we want to achieve our goal, then let us empower ourselves with the weapon of knowledge and let us shield ourselves with unity and togetherness. And if we want to achieve our goal, നമുക്ക് നമ്മുടെ നേട്ടം, നമ്മുടെ ലക്ഷ്യം നേടണമെങ്കിൽ then let us empower ourselves, നമ്മൾ സ്വയം ശക്തരാവണം. എംപവർ മീൻസ് അധികാരപ്പെടുത്തുകയാണ്. നമ്മൾ നമ്മളെ തന്നെ അധികാരപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ സ്വയം ശക്തരാവണം. വിത്ത് ദ വെപ്പൺ ഓഫ് നോളജ്, അറിവെന്ന ആയുധം കൊണ്ട്, നോളജ് എന്ന വെപ്പൺ കൊണ്ട്, വെപ്പൺ മീൻസ് ആയുധം, നോളജ് എന്ന ആയുധം കൊണ്ട്, അറിവെന്ന ആയുധം കൊണ്ട് നമ്മൾ സ്വയം അധികാരപ്പെടുത്തണം, നമ്മളെ തന്നെ അധികാരപ്പെടുത്തണം നമ്മളെ ലക്ഷ്യം നേടാൻ വേണ്ടി. And let us shield ourselves with unity and togetherness. ഐക്യം കൊണ്ടും ഒരുമ കൊണ്ടും നമുക്ക് കവചമൊരുക്കാം, നമ്മളെ സംരക്ഷിക്കാൻ നമുക്ക് കവചമൊരുക്കാം. ഇവിടെ ഷീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കവചം എന്നാണ്. അപ്പോൾ ഐക്യം കൊണ്ട്, യൂണിറ്റി മീൻസ് ഐക്യം, ഐക്യം കൊണ്ടും ഒരുമ കൊണ്ടും ഒത്തൊരുമ കൊണ്ടും യോജിപ്പ് കൊണ്ടും നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ നമുക്ക് കവചമൊരുക്കാം എന്നാണ് മലാല പറയുന്നത്. ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിംഗ് ഫ്രം പോവർട്ടി, ഇൻജസ്റ്റിസ് ആൻഡ് ഇഗ്നറൻസ്. നമ്മൾ ഒരു കാര്യം മറക്കരുത്, വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ്, ഒരു കാര്യം നമ്മൾ മറക്കരുത്, ദാറ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ ആർ സഫറിംഗ്, ഒരുപാട് ജനങ്ങൾ, ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കഷ്ടതകൾ അനുഭവിക്കുന്നു. എന്തുകൊണ്ട്? ദാരിദ്ര്യം കൊണ്ട്. പോവർട്ടി മീൻസ് ദാരിദ്ര്യം, ഇൻജസ്റ്റിസ് അനീതി, ആൻഡ് ഇഗ്നറൻസ് അജ്ഞത. അപ്പോൾ അനീതിയും അജ്ഞതയും ദാരിദ്ര്യവും ഒക്കെ കൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ ദുരിതമനുഭവിക്കുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് മില്യൺസ് ഓഫ് ചിൽഡ്രൻ ആർ ഔട്ട് ഓഫ് സ്കൂൾസ്. മാത്രമല്ല ദശലക്ഷക്കണക്കിന് കുട്ടികൾ സ്കൂൾ കിട്ടാതെ, വിദ്യാഭ്യാസം കിട്ടാതെ, സ്കൂളിൽ പോകാതെ ഉണ്ട് എന്ന കാര്യം മറക്കരുത്. We must not forget that our sisters and brothers are waiting for a bright, peaceful future. മാത്രമല്ല ഒരു കാര്യം കൂടി നമ്മൾ മറക്കരുത്, നമ്മുടെ സഹോദരി സഹോദരന്മാർ അല്ലെ, അവർ ഒരു പീസ്ഫുൾ ഫ്യൂച്ചറിന് വേണ്ടി, ശോഭനമായ സമാധാനപരമായ ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ് എന്ന കാര്യവും നമ്മൾ മറക്കരുത്. വി മസ്റ്റ് നോട്ട് ഫോർഗെറ്റ് ദാറ്റ് അവർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആർ വെയിറ്റിംഗ്, അവർ കാത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? ഫോർ എ ബ്രൈറ്റ് ആൻഡ് പീസ്ഫുൾ ഫ്യൂച്ചർ, ശോഭനമായ സമാധാനപരമായ ഒരു ഭാവിക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. So let us wage a global struggle against illiteracy, poverty and terrorism, and let us pick up our books and pens. So let us wage a global struggle. അതുകൊണ്ട് നമുക്കൊരു ആഗോള സമരം ആരംഭിക്കാം. ആഗോള സമരത്തിന് വേണ്ടി നമ്മൾക്ക് ശപഥം ചെയ്യാം, ഒന്നിച്ചുകൂടാം. വേജ് മീൻസ് ഇവിടെ നമുക്ക് ശപഥം ചെയ്യാം അല്ലെങ്കിൽ പ്രതിജ്ഞ എടുക്കാം. സോ ലെറ്റ് us wage a global struggle, ഒരു ആഗോള സമരത്തിന് നമ്മൾക്ക് തുടക്കം കുറിക്കാം. അഗൈൻസ്റ്റ് ഇല്ലിറ്ററസി, എന്തിനെതിരെയാണ്? ഇല്ലിറ്ററസിക്കെതിരെ, നിരക്ഷരതയ്ക്കെതിരെ. പോവർട്ടി, ദാരിദ്ര്യത്തിനെതിരെ. ആൻഡ് ടെററിസം, തീവ്രവാദത്തിനെതിരെ. അല്ലെ, അപ്പൊ തീവ്രവാദത്തിനെതിരെ, പോവർട്ടി ദാരിദ്ര്യത്തിനെതിരെ, നിരക്ഷരത ഇല്ലിറ്ററസിക്കെതിരെ നമുക്ക് ഒരു ആഗോള സമരം ഇവിടെ തുടങ്ങാം. ആൻഡ് ലെറ്റ് us pick up our books and pens. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ബുക്കും പേനയും എടുക്കാം, ബുക്കുകളും പേനയും എടുക്കാം. എന്താണ് ഇവിടെ ബുക്കുകളും പേനയും ഉദ്ദേശിക്കുന്നത്? ശക്തമായ വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മുടെ വാക്കുകൾ അല്ലെ, അതാണ് വാളിനെക്കാട്ടിൽ മൂർച്ചയേറിയതാണ് നമ്മുടെ വാക്കുകൾ. സോ നമുക്ക് അതിനുവേണ്ടി നമ്മുടെ ആയുധമായ ബുക്കും പേനയും നമുക്ക് എടുക്കാം. They are the most powerful weapons. അവയാണ് നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ. ഏതാണ്? ബുക്സ് ആൻഡ് പെൻസ്. So that is the word. One child, one teacher, one pen and one book can change the world. ഒരു കുട്ടി, ഒരു ടീച്ചർ, ഒരു പേന, ഒരു ബുക്ക്, ഇവയ്ക്ക് ലോകത്തെ മാറ്റുവാൻ കഴിയും. Education is the only solution. Education first. വിദ്യാഭ്യാസമാണ് ഒരേ ഒരു പരിഹാരം അല്ലെ, അതാണ് ആദ്യം വേണ്ടത്. സോ അപ്പൊ എഡ്യൂക്കേഷന് വേണ്ടി വാദിച്ച, ടെററിസത്തിനെതിരെ വാദിച്ച, അതിനെതിരെ പ്രതികരിച്ച അല്ലെ, പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കഷ്ടതകൾക്കെതിരെ പ്രതികരിച്ച, ലോകമെമ്പാടുമുള്ള തീവ്രവാദികൾക്കെതിരെ പ്രതികരിച്ച ഒരു ചെറിയ പെൺകുട്ടിയാണ് മലാല യൂസഫ്സായി. സോ ദിസ് ഈസ് ദ സ്പീച്ച് ഓഫ് മലാല യൂസഫ്സായി.
സോ ഹിയർ ഹാവ് സം സെന്റൻസ് അബൌട്ട് മലാല യൂസഫ്സായ്. നമ്മൾ ആദ്യമേ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു മലാല യൂസഫ്സായെ കുറിച്ച്, എങ്കിലും ഞാൻ ഇതും കൂടി ഒന്ന് പറഞ്ഞു തരാം. മലാല യൂസഫ്സായ് ഈസ് എ പാകിസ്ഥാനി ആക്ടിവിസ്റ്റ്, നമ്മൾ പഠിച്ചതാണ്, ഫോർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ആൻഡ് യങ്ങസ്റ്റ് എവർ നോബൽ പ്രൈസ് റെസിപ്പിയന്റ് 2014. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി പാകിസ്ഥാൻകാരി മലാല യൂസഫ്സായ്. ഷീ ഈസ് നോൺ മെയിൻലി ഹ്യൂമൻ റൈറ്റ്സ് അഡ്വക്കസി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ വിമൻ ഇൻ ഹർ നേറ്റീവ് സ്വാത് വാലി. സ്വാത് താഴ്വരയിലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവിടുത്തെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ആ രീതിയിൽ അറിയപ്പെട്ട ഒരാളായിരുന്നു മലാല യൂസഫ്സായ്. വെർ ഗേൾസ് വെയർ അറ്റ് ടൈംസ് നോട്ട് അലൗഡ് ടു അറ്റൻഡ് സ്കൂൾ. ആ സമയത്ത് സ്വാത് ജില്ലയിൽ പാകിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നു. സ്കൂളിൽ പോകാൻ പോലും അവരെ അനുവദിച്ചിരുന്നില്ല. യൂസഫ്സായ് അഡ്വക്കസി ഹാസ് ഗ്രോൺ ഇൻ ടു ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ്. അല്ലെ, മലാലയുടെ ആ അഡ്വക്കസി, അഭിഭാഷണം അന്താരാഷ്ട്ര പ്രസ്ഥാനമായി വളർന്നു എന്നുള്ളതാണ്. അല്ലെ, ലോകം എമ്പാടും അറിയുന്ന ഒരു വ്യക്തിയായി, നോബൽ സമ്മാനം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായി മാറി, ലോകം അറിയുന്ന, ആദരിക്കപ്പെടുന്ന ഒരാളായി മാറി നമ്മുടെ മലാല യൂസഫ്സായ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് മലാല യൂസഫ്സായ്? ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ഇതാണ്. നിങ്ങൾ ഈ സ്പീച്ച് നന്നായി, മിനിമം 20 ടൈംസ് നിങ്ങൾ ഈ സ്പീച്ച് നന്നായി വായിക്കണം. മാത്രമല്ല, യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ആൻഡ് find out the meaning of the difficult words and write it in your word book and learn it properly. ഓക്കെ, പ്രയാസമുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സുകളെല്ലാം ഇതിനകത്ത് നിന്ന് കണ്ടെത്തി ഡിക്ഷണറി ഉപയോഗിച്ച് അതിന്റെ മീനിങ് കൂടി കണ്ടെത്തി നിങ്ങളുടെ വേർഡ് ബുക്കിൽ നിങ്ങൾ എഴുതണം. മാത്രമല്ല ആ വേർഡ്സുകൾ പഠിക്കുകയും കൂടി വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മെമ്മറിയിലുള്ള വേർഡ്സിന്റെ സ്റ്റോറേജ് കൂടുകയും ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ആവുകയും ചെയ്യുകയുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കമന്റ്സ് ടു മീ. എന്തെങ്കിലും സംശയം ഈ ക്ലാസ്സിൽ നിന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അതിന് ആൻസർ തരുന്നതായിരിക്കും. സോ യു ലേൺ പ്രോപ്പർലി ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോക്കസ് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന ക്ലാസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ വി ക്യാൻ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ് അഗെയിൻ. താങ്ക് യു. Take care. Bye.